പാറക്കുട്ടൻ നമ്മുടെ ലൈഫിൽ വന്നിട്ട് ഇന്നേക്ക് 5 വർഷം തികയാണ്. പല പേരുകൾ ഞങ്ങൾ അവളെ വിളിക്കാറുണ്ട്, എങ്കിലും അതിൽ അവൾക്ക് ഏറ്റവും സ്പെഷ്യൽ വാവയെന്ന് വിളിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇന്ന് ഞങ്ങളുടെ വാവയുടെ ബർത്ത്ഡേ ആണ്. നമ്മൾ കണ്ണൊന്ന് അടച്ചു തുറക്കുന്ന പോലെയാണ് കേട്ടോ അവളുടെ ഒരു വളർച്ച ശരിക്കും നോക്കി കാണാൻ സാധിക്കുന്നത്. ജനിച്ച ടൈം മുതൽ പാറക്കുട്ടിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിരുന്നു. 17ാമത്തെ ദിവസം അവളെ NICയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അവിടുന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളൊന്നും ഞങ്ങൾ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്തതാണ്. പാറക്കുട്ടിയുടെ ഡെലിവറി ഓപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ സ്റ്റിച്ചിന്റെ പെയിൻ എല്ലാം വെച്ച് NICയുടെ പുറത്ത് അവൾക്കായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരുപാട് ദിവസം ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ടഫസ്റ്റ് ടൈമായിരുന്നു. പാറക്കുട്ടിയുടെ നൂലുകെട്ട് ചടങ്ങിന്റെ അന്നാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി തിരിച്ച് വീട്ടിലോട്ട് വരണത്. ഇപ്പൊ നമ്മുടെ പാറക്കുട്ടിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വളർച്ചയുടെ ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ നോക്കി കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവളുടെ ഓരോ ക്യൂട്ടായിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഞാനിങ്ങനെ ക്യാപ്ചർ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയാണ് കേട്ടോ ഞാൻ വീഡിയോസ് എടുത്ത് തുടങ്ങിയത്. ശരിക്കും എനിക്കതൊരു മെന്റൽ റിലീഫ് കൂടി ആയിരുന്നു. പാറക്കുട്ടിക്കായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് കേട്ടോ ഇത്. അവളുടെ ക്യൂട്ട് മൊമെന്റ്സ് എല്ലാം ആണ് ഞാൻ മെയിനായിട്ട് ഇതിൽ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇന്ന് ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതൊന്നും നമുക്ക് ഇനി തിരിച്ചു കിട്ടാത്ത ഒരുപാട് മൊമെന്റ്സ് ആണല്ലോ. ഇത്ര പെട്ടെന്നാണല്ലേ വളരുന്നത്. നമ്മൾ കണ്ണടച്ച് തുറക്കും പോലെ. ശരിക്കും ഡോണ്ട് ഗ്രോ അപ്പ് ടു ഫാസ്റ്റ് എന്നുള്ളത് വളരെ ആഗ്രഹിച്ചു പോവുകയാണ് കേട്ടോ. പാറക്കുട്ടി ജനിച്ച ടൈമിൽ അവളെ കാണാൻ ശരിക്കും ഏട്ടൻ്റെ പോലെ ആയിരുന്നു കേട്ടോ. തടിച്ചുരുണ്ട്. ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ അവൾ ഏട്ടൻ്റെ പോലെയെന്ന് പറയില്ല. എൻ്റെ ഒരു കുട്ടിക്കാലത്തിലെ ഒരു മുഖമാണ് കേട്ടോ. പാറക്കുട്ടിയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചിരിയാണ് കേട്ടോ. എപ്പോഴും ഈ ഒരു ചിരിച്ച മുഖമായിട്ടാണ് കേട്ടോ പാറക്കുട്ടി ഉണ്ടാവുക. നമ്മുടെ വീട്ടിലെ ആൺതരികൾക്കിടയിൽ ഒരു ഏക പെൺതരിയായിട്ട് വളർന്നിട്ടുള്ളതാണ് കേട്ടോ പാറക്കുട്ടി. ഇങ്ങനെയുള്ള ഒരുപാട് റീൽസ് വീഡിയോസ് ഷൂട്ട് ചെയ്യാറുണ്ടായിരുന്നേ. വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് വോയിസിനനുസരിച്ച് എങ്ങനെയൊക്കെയോ സിങ്ക് ആയിട്ട് വരും. ആദ്യ കയ്യിൽ മുറിയേറ്റിട്ടുണ്ട്, ഓയിൽമെന്റ് വരുത്തി കൊടുക്കാനാണ് കേട്ടോ പറയണത്. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ എപ്പോഴും വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് കേട്ടോ നമ്മുടെ പാറക്കുട്ടി. എന്നിരുന്നാലും ആൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആളൊന്ന് സൈലൻ്റ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ്. അവൾ അത്രയും വൈകിയെങ്കിലേ അങ്ങനെ സൈഡായിട്ട് കിടക്കണത് കണ്ടിട്ടുള്ളൂ. എപ്പോഴും പാറക്കുട്ടീനെ കാണുമ്പോൾ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് എവറി ടൈം ഷീ ഈസ് സ്മൈലിങ്. ഈ ഒരു സ്മൈലിങ് ഫേസാണ് അവൾക്ക് എപ്പോഴും ഉള്ളതെന്നാണ് കേട്ടോ. അത് കണ്ണു തട്ടാതിരിക്കട്ടെ. അവളിങ്ങനെ എന്നും ഈ ഒരു ചിരിച്ച മുഖത്തോടെ തന്നെ കാണാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. പാറക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ വീഡിയോ ആണ്. ഇവിടുന്ന് അങ്ങോട്ട് ആൾ നല്ല കുറുമ്പിയായിരുന്നു കേട്ടോ. ഇതില് പാറക്കുട്ടി പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണ്ടേ അല്ലേ? പാറക്കുട്ടിയുടെ സംസാരങ്ങളായിക്കോട്ടെ, ജസ്റ്റേഴ്സ് എല്ലാം തന്നെ വളരെ സ്പെഷ്യലാണ്. അപ്പോൾ അത്രയും സ്പെഷ്യലായിട്ടുള്ള ഞങ്ങളുടെ പാറക്കുട്ടിക്ക് 1000 പിറന്നാൾ ആശംസകൾ. വലുതാവും തോറും നമ്മുടെ പാറക്കുട്ടി ഭയങ്കര കുറുമ്പിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുറുമ്പത്തിക്കുട്ടിക്ക് ഞങ്ങളുടെ എല്ലാമായിട്ടുള്ള ഞങ്ങളുടെ സുന്ദരി പാറക്കുട്ടിക്ക് 1000 പിറന്നാൾ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ വാകുട്ടാ. വി ലവ് യു.